എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ്. ആദ്യം തന്നെ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് പാഡ് വെച്ചിട്ടുള്ളൊരു ടിപ്സാണ് കേട്ടോ. ഇത് ഞാൻ 3 കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. ഞാനിത് 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെയുള്ള സ്റ്റിക്കറൊന്ന് ഞാൻ പറിച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനതൊന്ന് അകത്തോട്ട് മടക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നതിനേക്കാളും നല്ല നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാകും. ഇതേ രീതിയിൽ ഒന്ന് മറ്റേ സൈഡ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് പെർഫ്യൂമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾ ബാത്റൂമിൻ്റെ വാളിൻ്റെ സൈഡിൽ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ബാത്റൂമിൽ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ കുറക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു കരുതുന്നു. അപ്പം നമുക്കിനി അടുത്ത ടിപ്സിലേക്ക് കടക്കാം. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മറ്റൊരു പാഡ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറകുവശത്തുള്ള സ്റ്റിക്കർ ഒന്ന് പറിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനത് സ്പ്രേ ബോട്ടിൽ തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ അലമാരയിലെ തുണികളുടെ ഇടയിലൊന്ന് വെക്കുകയാണെങ്കിൽ തുണികളിലുണ്ടാകുന്ന ബാഡ് സ്മെല്ല് ഇല്ലാതാക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് കടക്കാം. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു പഴയ ഷർട്ട് എടുത്തിട്ടുണ്ട്. ഈ പഴയ ഷർട്ട് വെച്ചുള്ളൊരു ടിപ്സാണ് കേട്ടോ. നമുക്ക് വൈറ്റ് കളറിനേക്കാളും കുറച്ചും കൂടി നല്ലത് കളർ ഷർട്ടുകളാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കോളറിൻ്റെ ഭാഗം ഒന്ന് അകത്തോട്ടേക്ക് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. പറയുന്നതിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലായിക്കോളും കേട്ടോ. ഞാൻ ഇതുപോലെ ഒന്ന് അകത്തോട്ടേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 കൈയിൻ്റെ ഭാഗങ്ങൾ നമുക്ക് അകത്തോട്ടേക്ക് മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിത് 2 കൈയിൻ്റെ സൈഡും അകത്തോട്ടേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റുന്നതാണെങ്കിൽ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ 2 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പില്ലോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ പില്ലോ ഒന്ന് ഇതിൻ്റെ അകത്തോട്ടേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പഴയ ഷർട്ടുകൾ നിങ്ങൾക്ക് പില്ലോ കവറായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അടിഭാഗം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അടിഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അടിഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന പഴയ ഷർട്ടുകൾ വെച്ച് നമുക്കിത് ഇതുപോലെ വീട്ടിൽ ചെറിയ ചെറിയ ടിപ്സൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അടിഭാഗം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പില്ലോ കവർ മുഷിഞ്ഞ് കഴിഞ്ഞാൽ കഴുകാനും എളുപ്പമുണ്ടാവും. ഇതുപോലെ ഒന്ന് കുടുക്ക് റിമൂവ് ചെയ്ത് പില്ലോ എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു കരുതുന്നു. നമുക്ക് അടുത്ത ടിപ്സിലേക്ക് കടക്കാം. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ചിലരുടെ കാതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. കാതിൻ്റെ ഓട്ട കുറച്ച് വലിപ്പമുള്ളവർക്ക് കാതിൽ ഇതുപോലെ താഴ്ന്നു നിൽക്കും. അതിനുള്ളൊരു ടിപ്സാണ്. അതിനായിട്ട് ഞാനിവിടെ പൊട്ടാണ് എടുത്തിട്ടുള്ളത്. പൊട്ടിൽ ഞാനിതാ ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ടൊന്ന് ഒരു ഹോൾട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ചെറിയൊരു ഹോൾട്ടതിന് ശേഷം കാതിലിൻ്റെ ബാഗിലത്തെ ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കാതിലിൽ പൊട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടിടാത്ത കാതിലിയും പൊട്ടിട്ട കാതിലിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. നമുക്ക് അടുത്ത ടിപ്സിലേക്ക് കടക്കാം. അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു കോട്ടൻ്റെ തുണിയുടെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഫോർക്കാണ്. ഇത് രണ്ടും വെച്ചിട്ടുള്ള ചെറിയൊരു ടിപ്സാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. തുണിയൊന്നും ഞാനിത് നനച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് തുണിയൊന്നും നനച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ തുണി ഫോർക്കിൻ്റെ അറ്റത്ത് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാനത് ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിനി വാതിലിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ഷെൽഫിൻ്റെ സൈഡിലൊക്കെയുള്ള പൊടികൾ നമുക്ക് ഇതുപോലെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. അടിയിലത്തെ ഭാഗം മുകളിലത്തെ ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു കരുതുന്നു. നമുക്കിനി അടുത്തൊരു ടിപ്സിലേക്ക് കടക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ കർപ്പൂരവും അതുപോലെ തന്നെ ഗ്രാമ്പുവാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 ഗ്രാമ്പുകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജി, അത് കിച്ചണിലായാലും ഹാളിലായാലും നമുക്ക് നെഗറ്റീവ് എനർജി പുറന്തള്ളാനുള്ളൊരു ടിപ്പാണ്. പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചിരാതാണ് കേട്ടോ. നമ്മളെ റൂമിലുണ്ടാകുന്ന ബാഡ് സ്മെല്ലും അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു ടിപ്സ് നല്ലതാണ്. ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 4-5 കർപ്പൂരം എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഗ്രാമ്പു ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വിളക്കൊന്ന് കത്തിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു വിളക്ക് നമ്മൾ കിച്ചണിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ സെൻട്രൽ ഹാളിൻ്റെ ഒരു സൈഡിലോ തീ പിടിക്കാതൊരു സൈഡിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജിയും ബാഡ് സ്മെല്ലും ഒക്കെ ഇല്ലാതാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കരുതുന്നു. നമ്മുടെ ഇന്നത്തെ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു നല്ലൊരു ടിപ്സുമായിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ, സീ യു.